ഞാൻ റീന രാജൻ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എരനല്ലൂർ ഇടവകാംഗമാണ്. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് എൻ്റെ മോൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അതിന് എനിക്ക് അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ എണ്ണിയാലൊടുങ്ങാത്ത നന്ദി പറയുന്നു. എൻ്റെ മൂത്ത മകനെ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അവൻ ചെറുപ്പത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. അത് കാരണം കൊണ്ട് അവനെ കൂടുതൽ പഠിച്ച് ജോലി നേടാനുള്ള കഴിവില്ല. +2 വരെ പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിനെ ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 വർഷമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ട്. ആ പാസ്പോർട്ട് എടുത്ത സമയത്താണ് കോവിഡ് വന്നത്. പിന്നെ അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ നാട്ടിൽ 2 പണിക്ക് അവൻ പോയി. പക്ഷേ അതൊന്നും ചെയ്തിട്ട് വിജയിക്കാൻ അവന് പറ്റിയില്ല. അങ്ങനെ അവൻ വീട്ടിലിരിപ്പായിരുന്നു. അങ്ങനെയായപ്പോൾ എൻ്റെ ഇളയപ്പൻ്റെ മോള് കൃപാസനത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അവൾ ഞങ്ങളതിനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയി. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇളയ മകനെ ബുദ്ധിവൈകല്യം ഓട്ടിസമുള്ള കുട്ടിയാണ്. അപ്പോൾ അവനെയും കൊണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്യാൻ ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക്. അവൻ വയലൻ്റ് ആവണ ഒരു മോനായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് മാതാവിനോട് എന്നും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, എൻ്റെ സ്വന്തം നാട് പുതുശ്ശേരിയാണ്, അവിടെ നിന്ന് മാസത്തിൽ ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഫിലോ എന്ന് പറഞ്ഞ സഹോദരി എന്നെ വിളിച്ചിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ പഠിക്കുന്ന ഈ മോനെയായിട്ട് പോരാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. അങ്ങനെ ഞാനിവിടെ ജൂൺ 12 2023 ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ മാതാവിനോട് നോക്കി പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മോനൊരു തൊഴിലാണ് വേണേ, സ്ഥിരം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ അങ്ങനെ വേണ്ട, അല്ലാണ്ട് ഗൾഫിൽ പോകണമെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. മാതാവ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാതാവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അന്ന് സിസ്റ്റർ പറഞ്ഞു മാതാവിൻ്റെ ഒരു പാട്ട് പാടിക്കോന്ന്. അപ്പോൾ ആരും പാടിയില്ല. അപ്പോൾ ഞാനാണ് നന്മ നേരും അമ്മ എന്ന് പാടിയത്. അപ്പോൾ ഞാൻ ഈ മാതാവിനെ നോക്കിയിട്ട് ആ പാട്ട് ഇങ്ങനെ ഞാൻ അലറി പാടി. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ എന്തിനാ അങ്ങനെ ആർത്തലച്ച് കരഞ്ഞ് പാടിയെന്ന് എനിക്കറിയില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ മാതാവേ എൻ്റെ മോനൊരു തൊഴിൽ തരണേന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഡ്രസ്സ് മാറിയിട്ടിട്ടില്ല. അപ്പോൾ ദുബായിൽ നിന്നെന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നു. അതിൽ പറയണവർ നിതിൻ രാജനെ വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, എത്രയും വേഗം ചിലവിനും ടിക്കറ്റിനും പൈസയും ഡ്രസ്സൊക്കെ ഒതുക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്ത് ഞാൻ അന്ന് സങ്കടപ്പെട്ട് കുറേ കരഞ്ഞു. മാതാവേ ഉടമ്പടിയിലത്തെ ഉടനടി പരിഹാരം എന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്. മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ മറന്ന കാര്യം ദൈവം മറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗൾഫിൽ പോകാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മുടെ നാട്ടിൽ ചെറുതായാലും അവനെ സ്ഥിരം ചെയ്തിട്ട് വരാനുള്ളൊരു തൊഴിലാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ സങ്കടം കേട്ട് അമ്മയുടെ മോനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ജോലി തന്നു. അത് കഴിഞ്ഞ് ജൂലൈ 14 അവൻ പോയിട്ട് 17 അവനവിടെ ജോലിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ 7 എന്നുള്ളൊരക്കം അത് 17 ഉണ്ടല്ലോ. അപ്പോൾ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ജൂലൈ 17 തൊട്ട് ഈ മെയ് 9 വരെ അവൻ അവിടെ ജോലി ചെയ്തു. മെയ് 10 അവൻ നാട്ടിൽ വന്നത്. അപ്പോൾ അവൻ വന്നാൽ സാക്ഷ്യപ്പെടുത്താൻ അവനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകിയത്. മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് അറിയാം. എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ ബന്ധുക്കൾക്ക് നല്ലോണം അറിയാം. മാതാവിൻ്റെ അടുത്ത് ചെന്ന കാരണം കൊണ്ടാണ് ഇത് സാധിച്ചിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു. അതും അമ്മേനെയാണ് എല്ലാതും ഒരുക്കി തന്നു. ഈ കുട്ടി എപ്പോഴും വയലൻ്റ് ആവണ കുട്ടിയായിരുന്നു. ഇതിനും കൊണ്ട് ദൂരയാത്ര ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ കൃപാസനത്തിലേക്കാണ് ഏറ്റവും ദൂരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്ത് കിടക്കണത്. ഇവനെയും കൊണ്ട് ഇവൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. നമ്മൾ പള്ളിയിൽ പോയാലടക്കം ഭയങ്കരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം തോന്നണ കാരണം ഇവനെയും കൊണ്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ 9ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കൃപാസന അമ്മയുടെ അടുത്തേക്ക് ഞാൻ വന്ന് കിടക്കുന്നത്, എൻ്റെ മക്കളേനെയും കൂട്ടിയിട്ട്. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. എപ്പോഴും ഞാൻ അമ്മോട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ടുള്ള 2 അത്ഭുതങ്ങളാണ്. ഒരു ദിവസം എൻ്റെ മോൻ ഫോൺ ചെയ്യുമ്പോൾ മുടി വെട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ നീ മുടി വെട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു മുടി വെട്ടാൻ പറ്റില്ല,
അമ്മ എൻ്റെ മുടി കൊഴിഞ്ഞു പോയി എടുക്കുക, അപ്പോൾ ഇവിടെയുള്ള മുടി ഞാൻ വളർത്തിയിട്ട് ഇങ്ങോട്ട് പതിച്ച് വെച്ചുള്ളതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് എനിക്കൊന്ന് കാട്ടി തന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ പതിച്ച് വെച്ച മുടി ഇങ്ങോട്ട് പൊക്കിയപ്പോൾ ഇവിടെ നിന്നൊട്ട് ഇതുവരെ മുടിയില്ല അവൻ്റെ തലയിൽ. അപ്പം ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ പിന്നീട് അവൻ എനിക്ക് കാണിച്ചു തരാറില്ല. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് വയ്യാതെ ഇരിക്കുന്ന ഒരു വല്യമ്മയുണ്ട്. വല്യമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നുൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി എടുക്കണു വല്യമ്മേന്ന്. അപ്പോൾ വല്യമ്മ പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക. ഒരു പെൺകുട്ടിയുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് ആ കുട്ടിയുടെ അപ്പച്ചൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചിട്ട് മുടി വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ നിൻ്റെ തലയിൽ തൈലം പുരട്ടിയിട്ട് നീ പ്രാർത്ഥിക്കും മാതാവിനോട് തോന്നുന്നു. അപ്പം ഞാൻ ഇവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മതെ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോവാണ്, തലയിൽ തൈലം പുരട്ടിയിട്ടെന്ന്. അപ്പം ഞാൻ തൈലം തലയിൽ കുരിശ് വരച്ചിട്ട് എൻ്റെ തലയിൽ കുരിശ് വരച്ചിട്ട് എൻ്റെ കൃപാസന അമ്മേ, എൻ്റെ മോൻ ഇത്ര പ്രായമായിട്ടുള്ളൂ, ഇത്ര ചെറുപ്പത്തിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് ഇരിക്കല്ലേ, എൻ്റെ മോൻ്റെ പോയ മുടി അതുപോലെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ തൈലം കൊണ്ട് ഇങ്ങനെ ഈ മുടി അവൻ്റെ എത്ര സ്ഥലം കൊഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ഥലം ഞാൻ അങ്ങനെ തേച്ച് പിടിപ്പിക്കും, എന്നും തേച്ച് പിടിപ്പിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ മുടി വന്നു. ഇപ്പം ഈ കാണുന്ന മുടി പിണ്ടായി വന്ന മുടി, ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ലേ മുടി, ആ മുടി വന്നു. അപ്പോൾ അത് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ആ തൈലം തേച്ച് പ്രാർത്ഥിച്ച കാരണം കുരിശടയാളം ഇട്ടിട്ടാണ് ഞാനതിങ്ങനെ വെച്ച് തേച്ചായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ദൈവം മാതാവും അനുഗ്രഹം തന്നിട്ട് എൻ്റെ മോൻ്റെ കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വന്നു. പിന്നെ തൈലത്തിൻ്റെ അത് എൻ്റെ തല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കനമുള്ളൊരു ബോർഡുമ്മ ശക്തിയായിട്ട് മുട്ടി. അന്ന് തൊട്ട് എനിക്ക് നല്ല തലവേദന കിടന്നു. അപ്പോൾ ആ മുറിവ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഇവനെയായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അത് തന്നെ അങ്ങനെ വെച്ചിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആണി കുത്തി കാരണമാതിരി ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഭയങ്കര വേദന. അത് ഞാൻ സഹിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ആ വേദന അങ്ങനെ കൂടി വന്നപ്പോൾ പുലർച്ചെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി CT സ്കാൻ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല, ഇവൻ പോവുകയും ഇതൊക്കെ ചെയ്ത കാരണം കൊണ്ട് ഞങ്ങളുടെയൊക്കെ അപ്പോൾ CT സ്കാൻ എടുക്കാൻ MRI ചെയ്യാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിപ്പോൾ MRI ചെയ്ത് ചികിത്സിക്കാനൊന്നും പറ്റില്ല, എൻ്റെ വേദന മാതാവിന് മാറ്റി കൊടുക്കാമെന്നുള്ള എത്ര അത്ഭുതം പ്രവർത്തിക്കണം അമ്മ, എത്ര ആളുടെ അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് അമ്മേ, എന്നോട് കരുണ തോന്നി എൻ്റെ അസുഖം മാറ്റി തരണമായിട്ട് ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് ആ കുത്തുന്ന വേദന എന്താണെന്ന് എനിക്ക് ഓർമ്മയും കൂടി ഇല്ല, മറന്നുപോയി ഞാനത്. എനിക്കിപ്പോൾ ഒരു അസുഖമില്ല, തലയിലെ സംബന്ധിച്ച് ഒരു അസുഖമില്ല എനിക്ക്. മറ്റേത് ഇവിടെ നിന്ന് മുട്ടിയ സ്ഥലത്തു നിന്ന് ഉള്ളിലേക്കൊരു വേദനയായിരുന്നു. അപ്പം എൻ്റെ കാര്യം തലച്ചോറിലേക്ക് വല്ല പഴുപ്പ് കൊടുത്തിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ദിവസം തൈലം പറ്റി അമ്മ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ. എപ്പോഴും അതെ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും അതെ, മാതാവിനെ എൻ്റെ കൃപാസന അമ്മയുടെ തിരുസുതനോട് പറയണേ, അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കാതിരിക്കില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ആരുമില്ല, ഞാനീ മിണ്ടാത്ത കുട്ടി തന്നെയുള്ളപ്പോൾ ഞാൻ ആ മാതാവിനോട് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും, കരുതി ഇരുന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് അറിയാതെ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒറ്റ ബോധ്യത്തിൽ ഞാൻ ജീവിക്കുക. പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തും ബന്ധത്തിലും ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവരെ കാണിയും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് അവരെന്നെ സഹായിക്കുകയും മരുന്നിന് പൈസ കൊടുക്കുക, അങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഉടമ്പടി പത്രം ഞാനെല്ലാം വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് തന്നെയാണ്. ഇവൻ്റെ അപ്പച്ചൻ പണി മാറ്റി വന്ന ഇവനെ അപ്പച്ചൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പോകും. രാത്രിയും ഇരുട്ടാവുന്നവരെ ഞാൻ ഓരോ വീട്ടിൽ കയറിയാലും ഇവൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അത്ഭുതമായി. അതൊരു പെട്ടെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് മാതാവ് ചെയ്തു തന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് നേരം വൈകിട്ടേ ഞാൻ വരുള്ളൂ. എല്ലാ വീട്ടിലും കയറിയിട്ട് ഞാൻ ഇങ്ങനെ പത്രം കൊടുക്കും. അല്ലാണ്ട് ഇഷ്ടമല്ല ചോദിച്ചിട്ട് കൊടുക്കുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞ വീട്ടിൽ അല്ലെങ്കിൽ കളയേണ്ട തരത്തിൽ ഞാൻ കൊടുക്കില്ല. ഞാൻ കൈ പിടിക്കുള്ളൂ, വേറൊരാൾക്ക് കൊടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഒക്കെ ചെയ്യും. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കണം. ഇനിയുണ്ട് പ്രയർ. എൻ്റെ മോൻ ഇപ്പോൾ അടങ്ങിയിരിക്കാനും കുർബാനയ്ക്ക് എനിക്ക് പോകാനും ഒക്കെ പറ്റി തുടങ്ങിയത് ഇവിടെ വന്നേ. പിന്നെ അതുവരെ എൻ്റെ മോൻ ഭയങ്കര ശബ്ദങ്ങളുണ്ടാക്കണ കാരണം ഞങ്ങൾ അങ്ങനെ പോവാറില്ല പുറത്തേക്ക്. മറ്റുള്ളവരൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ല വിഷമം തോന്നും. അത് കാരണമുണ്ട് ഇപ്പം ഇങ്ങനെ ആയാലും പിടിച്ചിട്ട് എവിടെയും കൊണ്ട് നടക്കാം. എനിക്ക് അത്ര മാറ്റങ്ങളൊക്കെ വന്നു അവനെ. അപ്പോൾ അവൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മാതാവിനോട് ഇപ്പോഴും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഇനി അത്ഭുതം പ്രവർത്തിക്കുന്നത് എനിക്കറിയാം. അതിന് നന്ദി പറയാൻ നമ്പറുകളൊന്നുമില്ല. 1000 കോടാനുകോടി എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. എൻ്റെ അമ്മ ചെയ്തു തന്ന അനുഗ്രഹത്തിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മാതാവില്ല.
മതിയാവില്ല. ഈശോയോട് അമ്മ പറഞ്ഞാൽ കേൾക്കും. എല്ലാ മക്കളും വിചാരിച്ച് തൊഴിലില്ലാതെ വിഷമിക്കണ മക്കളെ ഓർത്ത് ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പഠിച്ച് ഉയർന്ന് പഠിക്കാൻ സാധിക്കാത്ത മക്കളെ കുറിച്ച് അവരുടെ മാതാപിതാക്കളുടെ വേദന ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വേദന അത് കണ്ട അമ്മയാണ്. അപ്പോൾ തൊഴിലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട, മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. എനിക്ക് ഉടനടി പരിഹാരമാണ് കിട്ടിയത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഉടനടി പരിഹാരം എന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എന്തോ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അങ്ങനെ എൻ്റെ മോൻ പോയി സുഖമായിട്ട് ജോലി ചെയ്തിപ്പോൾ വന്നു. ഇനി ജൂലൈ 10 തിരിച്ചു പോവും. അപ്പോൾ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചത് പറയാനായിട്ട് എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അതിന് മാതാവിനും അമ്മയുടെ മോനും എൻ്റെ ബീശോയെ എപ്പോഴും കൃപാസന മാതാവേ അമ്മയുടെ മോനോട് പറയണേ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം മാതാവ് അത് എന്തായാലും തീർച്ചയായിട്ടും പറയും. നമ്മൾ എല്ലാവരും എണ്ണി പറയുമെന്ന് വേണ്ട, നമ്മൾ മറന്നുപോയി. ഞാൻ ഈ വിസ എടുത്ത കാര്യം ഞാൻ മറന്നുപോയി നടന്നു. ദൈവം മറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മറന്നാലും തമ്പുരാൻ മറക്കില്ല. തമ്പുരാൻ അത് വയ്ക്കും. എന്താ വെച്ചാൽ നമ്മളെ തമ്പുരാൻ്റെ വഴിയിൽ നടത്താനായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി വൈകും, അത് നമ്മുടെ കുഴപ്പം കൊണ്ടാവും. അപ്പം നമ്മൾ മര്യാദയ്ക്ക് ഉടമ്പടി പാലിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മര്യാദയ്ക്ക് കുമ്പസാരിച്ച് കുർബാന കണ്ട് പ്രാർത്ഥന ഞാൻ ഇന്ന് വരെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. 2023 ജൂൺ 12 വന്നത് ഞാനിവിടെ. പണ്ട് ഒരു പെരുന്നാളായാൽ അല്ലെങ്കിൽ 4 ആൾ വിരുന്ന് വന്നാൽ അന്ന് പ്രാർത്ഥനയിലില്ല, അല്ലെങ്കിൽ ക്ഷീണം വയ്യായിക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയിലില്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചത് ഇവിടെ വന്ന കാരണം ചിട്ടയായിട്ടുള്ളൊരു ജീവിതം ഇവിടെ വന്നേ പിന്നെയാണ്. ഞായറാഴ്ച കുർബാന മുടങ്ങാണ്ട് പോകണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഞായറാഴ്ച കുർബാനയും മുടക്കും, അങ്ങനെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, എല്ലാം ക്ലിയറായി. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ഞാനിങ്ങനെ വരണേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, വൈകല്യമുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. അവരുടെ സങ്കടം പറഞ്ഞാൽ അറിയില്ല, അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. മാധവനോട് ഞാൻ ഇപ്പോഴും നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ സംസാരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മോൻ സംസാരിച്ചിട്ട് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൃപാസന അമ്മ സാധിപ്പിച്ചു തരുന്നു ഞാൻ വിചാരിക്കണം. ഞാൻ കൊന്ത പ്രാർത്ഥിക്കാറുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ഞാൻ ബൈബിള് വായിക്കും. അരമണിക്കൂറൊന്നല്ല, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ബൈബിള് നന്നായി വായിക്കും. കൊന്തയും ചെല്ലും. കൊന്ത ആദ്യമൊന്നും അങ്ങനെ കൊന്തകൾ കുറേ ചെല്ലാറില്ല. പിന്നെ ഈ കിടാങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരാൾ എന്നോട് ഒരു പ്രാർത്ഥന ചോദിച്ചാലോ എൻ്റെ ഒരു ആവശ്യം ഉള്ള എപ്പോഴും ഞാൻ കൊന്തയല്ലായിരിക്കും. അപ്പം എന്നോട് ഞാൻ പറയും, നമ്മൾ 3 ആൾ ഇരുന്ന് അവിടെ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലുക. അപ്പം 3 കൊന്ത കഴിഞ്ഞപ്പം പറയും മതിയില്ല അമ്മേന്ന് ചോദിച്ചാൽ പറ്റില്ല, 4 ചെല്ലണം എന്ന് പറഞ്ഞിട്ട് 4 കൊന്ത ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. 4 കൊന്ത ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും, ഉറപ്പാണ്. അങ്ങനെ കൊന്ത ചെല്ലിൽ ഞങ്ങൾ മടുപ്പ് തോന്നാതെ ഞങ്ങൾ ഇവനിരിക്കും, ഈ വയ്യാത്ത കടാവും ഇരിക്കും കൊന്ത ചെല്ലുമ്പോൾ. അങ്ങനെ ഞങ്ങൾ 3 ആളാക്കും കണക്കിന്. അങ്ങനെ ഞങ്ങൾ പകലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൊന്ത ചെല്ലാറുണ്ട്. ഇവന് ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ കൊന്ത ചെല്ലാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും ഇതിലൊക്കെ പോയി അങ്ങനെ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിനും അമ്മയ്ക്കും എണ്ണി ഒടുങ്ങാത്ത നന്ദി. അതിന് നമ്പറൊന്നുമില്ല, കോടാനുകോടി പറഞ്ഞാലൊന്നും മതിയാവില്ല. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മയില്ലാത്തൊരു ജീവിതം എനിക്കില്ല. അമ്മോട് അപേക്ഷിച്ച മകൻ വഴി അത് സാധിച്ചു കിട്ടും, ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ അത് ഉറപ്പാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ക്ഷീണിക്കാം, പ്രത്യാശ നഷ്ടപ്പെടാം, പ്രശ്നങ്ങളിൽ തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക്, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുന്നവർക്ക് ദൈവം പുതിയ ശക്തി നൽകി അവരെ അനുഗ്രഹിക്കുകയാണ്. കഴുകനെ പോലെ ചിറ ഉയർത്തി ഉയരുവാൻ അവർക്ക് സാധിക്കും. ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ആത്മീയ ബന്ധമാണ്. അതുകൊണ്ടാണ് നാം ഓടിയാലും ക്ഷീണിക്കാത്തതും ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം ധൈര്യം നൽകുന്നു എന്നൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. കാരണം
ഉടമ്പടി എന്നത് ദൈവ സാന്നിധ്യമാണ്. പഴയ നിയമത്തിൽ ഉടമ്പടി ദൈവ സാന്നിധ്യമാണ്. ഇന്നത്തെ ഈ ഉടമ്പടിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ശക്തി ലഭിക്കുന്നത്. അങ്ങനെ ഒരു ശക്തി ലഭിച്ച ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് റീന രാജൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുകയും ഈ കഴിവില്ലാത്ത മീൻസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ മകനുമായിട്ട് കൃപാസനത്തിൽ വരിക എന്നത് ഓർക്കാൻ പോലും പറ്റില്ല. കാരണം 9 വർഷമായി പുറത്തിറങ്ങിയിട്ട് ഈ കൊച്ചുമോനുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം സംസാരിക്കാൻ സാധിക്കാത്ത കൊണ്ട് ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. അത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുമെന്ന് കരുതി, എല്ലാവരും നോക്കുമ്പോൾ മാനസികമായിട്ട് സങ്കടം തോന്നുമെന്ന് കരുതി ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ആരോ കൃപാസനത്തെ പറ്റി പറയുകയും അങ്ങനെ അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സഹോദരൻ മുഖേന കൃപാസനത്തിൽ വരുവാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് റീന രാജൻ ഈ മകൻ്റെ കൈപിടിച്ച് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യമൊക്കെ വരുവാൻ ഭയമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിൽ കാലുകുത്തിയ നാൾ മുതൽ ഈ മകന് ആ ശബ്ദം പുറപ്പെടുവിക്കാതെ അവന് നിശബ്ദതയോടെ നിന്ന് അമ്മയുടെ സന്നിധിയാണെന്ന് അവന് പോലും മനസ്സിലായി. അങ്ങനെ ആ ഉടമ്പടി ജീവിതം ഇപ്പോൾ 9 പ്രാവശ്യം ഇവിടെ വന്നു പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ. ഇത്രയും നാൾ അമ്മയുടെ സന്നിധിയിൽ വരുവാൻ സാധിച്ചെങ്കിൽ അത് അമ്മയുടെ ഒരു വലിയ കൃപയാണ്. അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച ഒരു വലിയ കൃപയാണ് ഈ മക്കൾക്ക്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകവേ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഏറ്റവും ആദ്യത്തെ നിയോഗം സമർപ്പിച്ചത് തന്നെ മൂത്ത മകന് വേണ്ടിയിട്ടാണ്. അവന് പഠന വൈകല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിത്തം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. എങ്ങനെയെങ്കിലും നമുക്കറിയാം ഗവൺമെൻറ് ഒരു ഫെസിലിറ്റി തന്നിരുന്നു, ജസ്റ്റ് പാസ് മാർക്ക്, ഫെയിൽ ചെയ്യാതെ പാസ് ആക്കുന്ന ഒരു സാഹചര്യം കിട്ടി. അങ്ങനെയാണ് ഈ മകന് +2 വരെ പഠിക്കാൻ സാധിച്ചത്. പിന്നീട് +2 ആയ മകന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചൊരു നിയോഗം സമർപ്പിച്ചത്. പക്ഷെങ്കിൽ അവിടെയും ഉടമ്പടി ഉടനടി പരിഹാരം എന്ന രീതിയിൽ ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് കൃപാസനം അമ്മ അവിടെ ഇടപെടുകയായിരുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിദേശ രാജ്യത്ത് ദുബായിൽ ഈ മകനൊരു ജോലി നൽകിയാണ്. ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വീട്ടിൽ തിരിച്ചു പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. അതിനു മുമ്പേ ദുബായിൽ നിന്നൊരു ഫോൺ വരികയാണ്. ഉടമ്പടി ഉടനടി പരിഹാരം. ഈ അമ്മയ്ക്ക് ഫോൺ വരികയും പെട്ടെന്ന് തന്നെ റെഡി ആവാനാണ് പറഞ്ഞത്. വിസയ്ക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് പേപ്പറെല്ലാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ജൂൺ 12 ഉടമ്പടി എടുത്തു. അന്ന് തന്നെ ഫോൺ കോൾ വന്നു. പിന്നെ ഈ മകനെ ഒറ്റയ്ക്ക് വിടാതിരിക്കാനായിട്ട് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ജൂലൈ 14 പോകാനായിട്ടെല്ലാം റെഡി ആവുകയും ജൂലൈ 17 ജോലിക്ക് ജോയിൻ വരികയും ചെയ്യേണ്ടത്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലുണ്ട് എന്നുള്ള ഒരു വലിയ അടയാളമാണ് 17 എന്ന നമ്പർ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുന്ന എല്ലാ മക്കളുടെയും സാക്ഷ്യത്തിനകത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് 17 എന്ന നമ്പറുണ്ടെങ്കിൽ അത് അമ്മ തന്നതാണ്, അമ്മയുടെ ഇടപെടലുണ്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഈ സഹോദരിക്ക് വന്നത്. അങ്ങനെ ജൂലൈ 17 ഈ മകൻ ജോലിക്ക് പോയി ദുബായിക്ക്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനാണ് ഈ മകനിന്ന് വന്നിരിക്കുന്നത്. എത്രയൊക്കെ വൈകല്യങ്ങളുണ്ടായാലും എത്രയെത്ര പ്രതിസന്ധികളുണ്ടായാലും മനുഷ്യനെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. മർക്കോസിൻ്റെ സുവിശേഷം 10:27 പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങളാണ് നാം പലപ്പോഴും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുന്നത്. അതുതന്നെയാണ് ജോസഫ് അച്ഛൻ നമ്മളോട് പലപ്പോഴും പറയാറുള്ളത്. നമുക്ക് സാധ്യമല്ല എന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഈ അമ്മ പ്രാർത്ഥിച്ചില്ല. ഈ മകന് ദുബായിക്ക് പോകാൻ സാധിക്കുമെന്ന്, ചെറിയൊരു ജോലി നൽകി എങ്ങനെയെങ്കിലും കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ ഒരു പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെങ്കിൽ അമ്മയുടെ ഇടപെടൽ അസാധ്യമായ കാര്യമാണ്. ദുബായിൽ ഈ മകന് പോകുവാൻ സാധിച്ചത്. നമ്മുടെ ബലഹീനതകളും നമ്മുടെ ദുർബലതകളും ഒന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല. നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്.
മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വചനം പറയുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പൂർണ്ണമായ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അതിലപ്പുറം നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്ന എന്തും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ഇടപെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈ മകളും റീന രാജൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മക്കളെയുമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വന്നിരിക്കുന്നത്. ദൈവം ധൈര്യം നൽകുന്ന പരിശുദ്ധ അമ്മ ദൈവം ധൈര്യം നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ്. അമ്മയാണ് നമ്മെ കരം പിടിച്ച് ആ ദൈവാശ്രയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ച് ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. മനുഷ്യ ശക്തിയിലല്ല, കൃപയിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം വിശ്വസിക്കുന്നത്. ആ അമ്മയാണ് നമ്മെ വിശ്വാസത്തിലേക്ക് ഉയർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വീണ്ടും നമുക്ക് ശക്തി പ്രാപിക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. അവർ കഴുകൻ പാരയെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആ തളരാത്ത, ആ ക്ഷീണിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ നിയമങ്ങളും സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യം ലഭിച്ചതും. ഈ മക്കൾക്ക് കിട്ടിയ മുടിയില്ല എന്ന് പറഞ്ഞ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് മുടി ഇല്ലാതിരുന്ന മകന് മുടി വെട്ടാതിരുന്നപ്പോൾ അമ്മ വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വല്യമ്മയിൽ കൂടെയാണ്. വല്യമ്മ പറയുകയാണ് ഈ മകളോട്, മകളെ ഞാനൊരു സാക്ഷ്യം കേട്ടു, മകൻ ഇവിടെ ഇല്ല, മകൻ ദുബായിലാണ്. ഈ മകന് മുടി വെട്ടാതിരുന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മകനെ മുടി വെട്ടാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ മുടിയെല്ലാം പോയി, പുറകിലുള്ള മുടി വളർത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് ഫോൺ വിളിച്ചപ്പോഴും മകൻ ഫോണിൽ വീഡിയോ കോളിൽ വരുന്നില്ല, കാരണം അമ്മ കരയുമെന്ന് വിചാരിച്ച്. പിന്നെ അമ്മ തന്നെ മാതാവ് വല്യമ്മയിൽ കൂടെ സംസാരിക്കുകയാണ്, ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയെന്ന്. അങ്ങനെയാണ് ഈ സഹോദരി ഉടമ്പടി തൈലം തൻ്റെ സ്വയം തലയിൽ തേച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ആ മുടി വളരുകയാണ്. ഇവിടെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് ഉടമ്പടി തൈലം. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ അമ്മ വല്യമ്മ പറഞ്ഞു കൊടുത്തത്, അതായത് ഒരു സാക്ഷ്യത്തിൽ കൂടെ നമ്മുടെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യത്തിൽ കൂടെയാണ് മറ്റുള്ളവർ ഒരു പ്രചോദനമാകുന്നത്. ആ ഒരു സാക്ഷ്യത്തിലൂടെ ആ വല്യമ്മ തക്ക സമയത്ത് പറഞ്ഞു കൊടുക്കുകയും ഈ സഹോദരി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഈ മകനിന്ന് നല്ലപോലെ മുൻപത്തേക്കാളും നല്ലതായിട്ട് മുടി വളരുകയും അതും പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ്. തന്നെയുമല്ല തലയുടെ അസുഖം, വേദന ഉണ്ടായിരുന്നതും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു പക്ഷേ വിചാരിക്കാം പത്രം കൊടുക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് നമുക്ക് പല എക്സ്ക്യൂസ് കാണാം. കാരണം എൻ്റെ മകൻ ഇങ്ങനെയാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെങ്കിൽ ഈ സഹോദരി ഈ മകനെയുമായിട്ടാണ് പത്രം എടുക്കാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഒരുപക്ഷെ ഈ സഹോദരിക്ക് നല്ലൊരു എക്സ്ക്യൂസാണ്. ഈ മകനുമായിട്ട് ഞാൻ എങ്ങനെ പത്രം കൊടുക്കാൻ പോകുമെന്ന്. പക്ഷെങ്കിൽ ഈ മകനുമായിട്ട് മൂത്ത മകന് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പത്രവുമായിട്ടാണ് വീടുകൾ തോറും കയറി ഇറങ്ങിയത്. പിന്നെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കും? പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തിനെ പറ്റിയുള്ള മഹത്വപ്പെടുത്തിയിലാണ്. നാം ദൈവത്തിന് കൊടുക്കാനായിട്ട് വേറൊന്നുമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്കും ഓരോ അവസരങ്ങൾ ലഭിക്കുന്നത് പാഴാക്കാതെ ഓരോ അവസരങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വീകരണത്തിനായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീന രാജന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.